ഹലോ ഗൈസ്, ഇപ്പോൾ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. എൻ്റെ പേരാണ് പവൻ. ഞാൻ ഇപ്പോൾ വന്നിക്കുന്നത് ഓസ്ട്രേലിയ. ഇപ്പോൾ ആദ്യമായിട്ടാണ് വന്നിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ച ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ തുടങ്ങാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഒരു കഥ പറയാൻ പോവാണ്. ട്വിങ്സ് നമ്മുടെ ഗ്രാൻഡ് പോലത്തെ ഒരു കാളാണ് ട്വിങ്സ്. അപ്പോൾ അവൻ്റെ കഥ ഞാൻ പറയാൻ പോകുന്ന അവൻ്റെ കുട്ടിക്കാലം. ഇപ്പോൾ ഗൈസ്, നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് ട്വിങ്സ് എന്ന് പറഞ്ഞ ഒരാൾക്കാരുണ്ടായി. അവർ കുറേ കൊലപാതകങ്ങളും കൊല്ലുന്നതൊക്കെ ചെയ്ത് അപ്പോൾ പോലീസ് പിടിച്ചു. ഇത് കണ്ട് പാരൻസ് സൂയിസൈഡ് ചെയ്തു. ബാക്കിയുള്ള ആൾക്കാരും പോയി. ഇങ്ങനെയൊക്കെയായി. എന്നിട്ട് ചേട്ടന് മൂളിയിട്ട് ജയിലും അനിയനും എട്ടുള്ള ജയിലും ഇട്ടു. അതുകൊണ്ട് അനിയൻ നന്നായിട്ട് അടിച്ചിട്ട് പറഞ്ഞു ചേട്ടനടുത്ത്, നിന്റെ അനിയൻ തീർന്നു, ഇനി പറഞ്ഞില്ല. അപ്പൊ ഇത് കട്ട് ആകെയുള്ള ആളാണ്, ഇനി ആളും പോയാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളതെന്ന് പറഞ്ഞ് നല്ല ഇടിയൊക്കെ ആവുന്നു. അതുകൊണ്ട് ഇടിയൊക്കെ ആയിട്ട് എല്ലാ ജയിലൊക്കെ തുറന്ന് എല്ലാ പോലീസ് അടിച്ചിട്ട് ഇതാകും. എന്നിട്ട് അണ്ടർഗ്രൗണ്ടിൽ ഒരു വലിയ സ്പൈഡർ എന്ന് പറഞ്ഞ ജീവി ഉണ്ടായി. അപ്പോൾ ആ ജീവി വന്നിട്ട് നേരെ ആ പോലീസുകാരനൊക്കെ തിന്നു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് വീടായി മാറ്റി. അവർക്ക് ഇതിന് സന്തോഷമൊക്കെ ട്രിപ്പ് പോയി വന്നു. ഇതിന് മുമ്പ് അവർക്കൊരു വടി ചേട്ടനെടുത്തു. ഇലക്ട്രിക് ഷോക്കിന് പോലെ വടി അനിയനെടുത്തു. എങ്ങനെ അന്ന് ട്രിപ്പൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവർക്ക് ഭക്ഷണം വിശക്കുണ്ടായി. അതുകൊണ്ട് അവർ ഭക്ഷണം വയ്ക്കാൻ ഗ്രാനീൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഗ്രാനീൻ്റെ വീട്ടിൽ പറയുന്നു, കുറച്ച് ചോറ് തരുമോ എന്നൊക്കെ പറയുമ്പോൾ ഗ്രാനി പറയുന്നു, ഇനി അവർക്ക് ലഞ്ചാക്കാമെന്ന് കൊടുക്കുന്നു. അപ്പോൾ ഗ്രാനി പറഞ്ഞു, എന്താ മക്കളെ ഒന്ന് വന്നേന്ന്. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഗ്രാൻഡ്പ തോക്കെടുക്കാൻ പോയപ്പോൾ ഗ്രാനി പറഞ്ഞു വേണ്ടാണ്. അപ്പോൾ അവർ നല്ല കുട്ടികളെന്നൊക്കെ പറഞ്ഞ് അവർ നല്ല ഫാമിലി ആയി. എന്നിട്ട് ഗ്രാനിക്ക് ഒരു വടിയും ഒരു പെരുങ്കാള ഇലക്ട്രിക് ഷോക്ക് പോലത്തെ വടിയും ഗ്രാൻഡ്പയ്ക്ക് നല്ല കണ്ണ് വെടിവെച്ച അകലേക്ക് 3 കണ്ണ് 3 ദിവസം കഴിഞ്ഞാൽ നിൽക്കുള്ളത്. എങ്ങോട്ട് കണ്ണായി. എന്നിട്ട് അവിടെ നിന്നിട്ട് അവർക്ക് ബോറടിച്ചു. അവർക്ക് കുറച്ച് സാധനം മോഷ്ടിക്കാൻ വിചാരിച്ചിട്ട് അവർ 3 സാധനം മോഷ്ടിച്ചു. ഒരു ഫോട്ടോ ഇല്ലേ, ഒരു പെണ്ണ സിഗരറ്റ് പോലെ എന്തോ വലിച്ചിട്ടുള്ള ഫോട്ടോ, അതും പിന്നെ ഒരു ഡയമണ്ട് അല്ല ഗോൾഡ് കോയിനും പിന്നെ ഒരു ഡയമണ്ട്. എത്ര സാധനങ്ങളാണ് ഇവർ മോഷ്ടിച്ചത്. എത്ര സാധനങ്ങൾ മോഷ്ടിച്ചിട്ട് പിന്നെ അവരെ ഒളിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ നായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ നായകനെ പോലെ തന്നെ കുറേ കൊലപാതകങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് അവനെ കുറേ ദിവസം ജയിലിട്ടും. അപ്പോൾ ഒരു കോടതിയിൽ ഒരാളില്ലേ, ഒരു ചെത്തിക്കുറിച്ച് അടിക്കുന്നത്, ആള് പറഞ്ഞു, നീ ആ ട്വിങ്സിനാണ് ഇതൊക്കെ എടുത്താൽ ഞാൻ നിന്നെ ജയിലിൽ നിന്ന് വിടും. അപ്പം നമ്മൾ നായകൻ ആദ്യം തീരുമാനം വേണ്ടാണ്, ജയിലിന് പുറത്ത് പോകണ്ടേ. ഇതുകൊണ്ട് നായകൻ ഇന്ന് ചെയ്തു. ഇതാണ് കഥ. അപ്പോൾ ഇതാണ് ഒരു കഥ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രാനിയോ ഹോസ്പിറ്റലിയോ ഒക്കെ സിമ്പിൾ. ഫസ്റ്റിനായി ഗ്രാൻഡ് സൺറിങ്, സെക്കൻഡ് ലിവിന് കുറച്ചും ടഫും, തേർഡാണ് പിന്നെ ഇതൊക്കെ. ഫസ്റ്റ് ട്വിങ്സിൻ്റെ ടഫ് എന്ന് പറഞ്ഞാൽ 2 പേര് കുറച്ച് സിമ്പിൾ, സെക്കൻഡ് പിന്നെ കുറച്ചുകൂടി ടഫ്, 2 പേരുണ്ടാവുള്ളൂ. തേർഡാണ് ഗ്രാൻഡ് നല്ല ടഫ്. പക്ഷെ ടഫ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റുന്നത് ഇതൊക്കെ എവിടെയാണ് എനിക്കത് പറയാം. ഫസ്റ്റ് ആദ്യം എനിക്കറിയില്ല, ചമ്മൻ വെക്കല വയ്ക്കുക. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് കോയിനൊക്കെ ഒരു ചില്ലിൽ വെച്ചിട്ട് കുറേ ലേസറിലല്ലേ. തേർഡ് പറഞ്ഞാൽ പിന്നെ ഒരു ഡയമണ്ട് മൂളി വെച്ച് ഹാക്ക് ചെയ്തെടുക്കണത്. അപ്പം ഇതാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പം നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് അടിച്ച് തന്നെ സഹായിക്കണം. അപ്പോൾ അടുത്ത ദിവസം വരാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.